നമസ്തേ. ഇന്ന് ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് യദുകുല സംഹാര വർണ്ണന. ശ്രീകൃഷ്ണായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 30-തമോऽധ്യായ. രാജോവാച. തതോ മഹാഭാഗവത ഉദ്ധവേ നിർഗതേ വനം ദ്വാരവത്യാം കിമകരോ ഭഗവാൻ ഭൂതഭാവന. ബ്രഹ്മശാപോപസംസൃഷ്ടേ സുകുലേ യാദവർഷഭ പ്രേയസീം സർവനേത്രാണാം തനും സകഥമത്യജ പ്രത്യാകൃഷ്ടും നയനമബല യത്ര ലഗ്നം ന ശേകു കർണാവിഷ്ടം ന സരതി തതോ യത്സതാമാത്മലഗ്നം യശ്രീർവാചാം ജനയതി രതിം കിം नु മാനം കവീനാം ദൃഷ്ട്വാ ജിഷ്ണോരുധിരഥഗതം യച്ഛതൽ സാമ്യമീയു. ഋഷിരുവാച. ദിവി ഭുവ്യന്തരിക്ഷേ ച മഹോൽപാദാൻ സമുദ്ധിതാൻ ദൃഷ്ട്വാസീനാൻ സുധർമായാം കൃഷ്ണ പ്രാഹ യദൂനിതം ഏതേ ഘോരാ മഹോത്പാദ ദ്വാർവത്യാം യമകേദവ മുഹൂർത്തമപി ന സ്ഥേയമത്ര നോ യദുപുംഗവാ. സ്ത്രീയോ ബാലാശ്ച വൃദ്ധാശ്ച ശംഖോദ്ധാരം വ്രജന്വിത വയം പ്രഭാസം യാസ്യാമോ യത്ര പ്രത്യക് സരസ്വതി തത്രാഭിഷിച്യ ശുചയാ ഉപോഷ്യ സുസമാഹിത ദേവതാ പൂജയിഷ്യാമ സ്നപനാലേപനാർഹണൈ. ബ്രാഹ്മണാംസ്തു മഹാഭാഗാൻ കൃതസ്വസ്ത്യയനാ വയം ഗോഭൂഹിരണ്യവാസോഭിർഗജാശ്വരഥവേശ്മഭി വിധിരേഷ ഹ്യരിഷ്ടഘ്നോ മംഗളായനമുത്തമം ദേവദ്വിജഗവാം പൂജാ ഭൂതേഷു പരമോ ഭവ. ഇതി സർവേ സമാകർണ്യ യദുവൃദ്ധാ മധുദ്വിഷ തഥേതി നൗഭിരുത്തീര്യ പ്രഭാസം പ്രയയൂരഥൈ. തസ്മിൻ ഭഗവതാദിഷ്ടം യദുദേവേന യാദവാ ചക്രു പരമയാ ഭക്ത്യാ സർവശ്രേയോപബൃംഹിതം. തതസ്തസ്മിൻ മഹാപാനം പബുർമൈരേയകം മധു ദിഷ്ടവിഭ്രംശിതധിയോ യദ്രവൈർഭ്രശ്യതേ മതി. മഹാപാനാഭിമത്താനാം വീരാണാം ദൃപ്തചേതസാം കൃഷ്ണമായാവിമൂഢാനാം സംഘർഷ സുമഹാനഭൂൽ. യുധുക്രോധസംരബ്ധാ വേലായാമാതതായിന ധനുർഭിരസിഭിർബല്ലൈർഗദാഭിസ്തോമരാഷ്ടിഭിः പതത്പതാഗൈ രഥകുഞ്ചരാധിഭിः ഖരോഷ്ട്രഗോഭിർമഹിഷൈർനരൈരഭി മിഥഃ സമേത്യാശ്വതരൈः സുദുർമദാന്യഹൻ ശരേധദ്ഭിരിവ ദ്വിപാവനെ. പ്രദ്യുമ്ന സാംബൗ യുധിരൂഢമത്സരാ ക്രൂരഭോജാ അവനിരുദ്ധ സാത്യകി സുഭദ്രസംഗ്രാമജിതൗ സുദാരുണൗ ഗദൗ സുമിത്രാസുരധൗ സമീയതു. അന്വേ ജയേ വൈ നിഷഠോൽമുഖാദയ സഹസ്രയിച്ഛദ അജിതഭാനുമുഖ്യാ അന്യോന്യമാസാദ്യമദാന്ധകാരിതാ ജഗ്നുർമുകുന്ദേന വിമോഹിതാ ഭൃശം. ദാശാർഹവൃഷ്ണ്യന്ധകഭോജസാത്വതാ മധുർബുധാ മാധുരശൂരസേനാ വിസർജനാ കുകുരാകുന്ദയശ്ച നിതസ്തതസ്തോഥ വിസൃജ്യ സൗഹൃദം. പുത്രാ അയുധ്യൻ പിതൃഭ്രാതൃഭിശ്ച സ്വശ്രീയദൗഹിത്രപിതൃവ്യമാതുലൈ
മിത്രാണി മിത്രയേ സുഹൃദ സുഹൃദ്ഭിർജ്ഞാതിം സ്വഹൻ ജ്ഞാതയ ഏവ മൂഢാ ശരേഷു ക്ഷീയമാണേഷു ഭജ്യമാനേഷു ധന്വസു ശസ്ത്രേഷു ക്ഷീയമാണേഷു മുഷ്ടിഭിർജഹ്രുരേരകാ താ വജ്രകൽപാഹ്യഭവൻ പരിഖാ മുഷ്ടിനാഭൃതാ ജഗ്നുർദ്വിഷസ്തൈ കൃഷ്ണേന വാര്യമാണാസ്തുതം ച തേ പ്രത്യനീകം മന്യമാനാ ബലഭദ്രം ച മോഹിതാ ഹന്തും കൃതധിയോ രാജന്നാപന്നാ ആദദായിന അഥ താവപി സംക്രുദ്ധാ ഉദ്യമ്യ കുരു നന്ദന ഏരകാ മുഷ്ടിപരിഖൗ ചരന്തൗ ജഘ്നതുർയുധി ബ്രഹ്മശാപോപശിഷ്ടാനാം കൃഷ്ണമായാവൃതാത്മനാം സ്പർദ്ധാക്രോധക്ഷയം നിന്യേ വൈണവോഗ്നിർയഥാവനം ഏവം നഷ്ടേഷു സർവേഷു കുലേഷു സ്വേഷു കേശവ അവതാരിതോ ഭുവോ ഭാര ഇതി മേനേവശേഷിത രാമ സമുദ്രവേലായാം യോഗമാസ്ഥായ പൗരുഷം തത്യാജ ലോകം മാനുഷ്യം സംയോജ്യാത്മാനമാത്മനി രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുത നിശസാദധരോപസ്ഥേ തൂഷ്ണീമാസാദ്യ പിപ്പലം ഇഭ്രച്ചതുർഭുജം രൂപം ഭ്രാജിഷ്ണുപ്രഭയാ സ്വയാ ദിശോ വിധിമിരാകുർവൻ വിധൂമ ഇവ പാവക ശ്രീവത്സാംഗം ഘനശ്യാമം തപ്തഹാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം സുന്ദരസ്മിതവക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരന്മകരകുണ്ടലം കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗദൈ ഹാരനൂപുരമുദ്രാഭി കൗസ്തുഭേന വിരാജിതം വനമാലാപരീതാംഗം മൂർത്തിമദ്ഭിർനിജായുധൈ കൃത്വോരൗ ദക്ഷിണേ പാദമാസീനം പങ്കജാരുണം മുസലാവശേഷായ ഖണ്ഡകൃതേഷു ലുബ്ധഗോചരാ മൃഗാസ്യാകാരം തച്ചരണം ദിവ്യാഥ മൃഗശങ്കയാ ചതുർഭുജം തം പുരുഷം ദൃഷ്ട്വാ സഹൃദകിൽബിഷ ഭീത പപാദശിരസാ പാദയോരസുരദ്വിഷാ അജാനതാ കൃതമിദം പാപേന മധുസൂദന ക്ഷന്തുമർഹസി പാപസ്യ ഉത്തമശ്ലോകമേനഖ യസ്യാനുസ്മരണം നൂനാമജ്ഞാനദ്വാന്തനാശനം വദന്തി തസ്യ തേ വിഷ്ണോ മയാ സാധു കൃതം പ്രഭോ തന്മാശു ജഹി വൈകുണ്ഠ പാപ്മാനം മൃഗലുബ്ധകം യഥാ പുനരഹം ത്വേവം ന കുര്യാം സതതിക്രമം യസ്യാത്മയോഗരജിതം ന വിദുർവിരിഞ്ചോ രുദ്രാദയോസ്യ തനയാ പതയോ ഗിരാം യേ ത്വന്മായയാ വിഹിതദൃഷ്ടയാ ഏതദഞ്ച കിം തസ്യ തേ വയമസദ്ഗതയോ ഗൃണീമ. ശ്രീഭഗവാനുവാച മാഭിർജരേ തുമുത്തിഷ്ഠ കാമ ഏഷ കൃതോ ഹി മേ യാഹി ത്വം മദനുജ്ഞാത സ്വർഗം സുഹൃദിനാം പദം ഇത്യാദിഷ്ടോ ഭഗവതാ കൃഷ്ണേനേച്ഛാ ശരീരിണ ത്രിപരിക്രമ്യ തം നത്വാ വിമാനേന ദിവം യയൗ ദാരുക കൃഷ്ണപദവീമന്വിച്ഛന്നധിഗമ്യതാം വായും തുളസികാമോദമാഘ്രായാഭിമുഖം യയൗ തം തത്ര ദിഗ്മദ്യുഭിരായുധൈർവൃതം ഹശ്വത്ഥമൂലൈ
कृतकेतनं पदिं स्नेहप्लुदात्मा निपपादपादयोरधादवप्लुत्य स बाष्पलोचना अपश्यतस्त्वच्चरणाम्बुजं प्रभो दृष्टिप्रणष्टा तमसि प्रविष्टा दिशो न जाने न लभे च शान्तिं यथा निशायामुडुपे प्रणष्टे इति ब्रुवति सूते वै रथो गरुडलाञ्छन घमुत्पपादराजेन्द्र साश्वध्वज उदीक्षता तमन्वगच्छन् दिव्यानि विष्णुप्रहरणानि च तेनादिविस्मितात्मानं सूतमाह जनार्दन गच्छ द्वारवतीं सूत ज्ञातीनां निधनं मिथा सङ्कर्षणस्य निर्याणं बन्धुभ्यो ब्रूहि मद्दशां द्वारकायां च न स्थेयं भवद्भिश्च सुबन्धुभिः मया त्यक्तां यदुपुरीं समुद्रप्लावयिष्यति स्वं स्वं परिग्रहं सर्वे आदाय पितरौ जन अर्जुनेनाविदा सर्व इन्द्रप्रस्थं गमिष्यथा त्वं तु मद्धर्ममास्थाय ज्ञाननिष्ठ उपेक्षक मन्मायारजनामेदां विज्ञायोपशमं व्रज इत्युक्तस्तं परिक्रम्य नमस्कृत्य पुनः पुनः तत्पादौ शीष्णुपादाय दुर्मना प्रययौ पुरीं श्रीहरे नारायण। हरि ओं तत्सत्। श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् 11 स्कन्धे 30तमोऽध्यायः। सर्वत्र गोविन्दनामसङ्कीर्तनम्।